എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എന്റെ വീഡിയോ മലതാങ്ങി എന്ന ഔഷധ സസ്യത്തെ കുറിച്ചാണ്. ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തായതുകൊണ്ട് നേരിൽ പോയി കാണാമെന്ന് വിചാരിച്ചു. ഇത് എല്ലാ വർഷവും പൂവിടാറുണ്ട്. 200 വർഷം എത്തിയാൽ മാത്രം പൂവിടുന്ന ഒരു വള്ളിച്ചെടിയാണിതെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. ഇതിന് മലതാങ്ങി എന്ന് പേര് കൂടാതെ ചെറിയ മലതാങ്ങി, വട്ടവള്ളി, പടുവള്ളി എന്നിങ്ങനെ പല പേരുകളുമുണ്ട്. കേരളത്തിലെ കാടുകളിലും നാട്ടിൻപുറങ്ങളിലും ഇത് സാധാരണയായി കണ്ടുവരുന്നു. ഇതിന്റെ വള്ളിയാണ് ഇത്ര ഉറപ്പുള്ള വള്ളി. ഈ ബലമേറിയ വള്ളികളിലാണ് കായകൾ ഉണ്ടാകുന്നത്. എത്രത്തോളം ഉയരത്തിൽ ഇതിന്റെ വള്ളികൾ പോയിട്ടുണ്ടോ അത്രത്തോളം ഉയരത്തിലും ഈ കായകൾ നല്ല ഭംഗിയായി ഉണ്ടായി നിൽക്കുന്നത് കാണാം. മുല്ലപ്പൂ മാലകൾ കോർത്തിച്ച പോലെയാണ് ഇത് ദൂരെ നിന്ന് നോക്കിയാൽ തോന്നുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. വലിയ മരങ്ങളിൽ ചുറ്റി വളരുന്ന ഈ വള്ളിച്ചെടി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഇത് വേനൽക്കാലം അവസാനിക്കുന്ന സമയത്ത് പൂത്ത് വർഷക്കാലത്തോടെ കൊഴിഞ്ഞു പോകുന്നു. ചെറിയ പൂക്കളായാണ് ആദ്യം ഉണ്ടാവുക. ഇത് പച്ച മുന്തിരിക്കുല പോലെ തോന്നും. പിന്നീട് ഇത് റെഡ് കലർന്ന കളറായി മാറും. ഇത് നിൽക്കുന്ന സ്ഥലം ചെറിയ കാട് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം കിളികൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു കിളി പോലും ഈ കായ കഴിക്കാൻ വരാറില്ല. വിഷാംശമുള്ളതാണ് ഇതിന്റെ കായ എന്ന് പറയപ്പെടുന്നു. ഇതിന്റെ ഇലകൾ പലതരം ഔഷധക്കൂട്ടിനായി ഉപയോഗിക്കുന്നുണ്ടത്രേ. പച്ചരി ചേർത്ത് കുറുക്കുണ്ടാക്കി പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇതിന്റെ ഇലകൾ തിരുതാളിയുടെ ഇലകളോട് സാമ്യമുള്ളത് കൊണ്ട് മാറി ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. ആയുർവേദ ഔഷധങ്ങളിൽ ഇതിന്റെ ഇലകൾ പ്രധാന ചേരുവയാണ്. കാട് വെട്ടിത്തെളിക്കാതെ സംരക്ഷിക്കുന്ന കാവുകളിലും മറ്റും ഇത് കാണാറുണ്ട്. അപൂർവമായ ഇത്തരം ഔഷധച്ചെടികൾ ആയുർവേദ മരുന്നുകളിലെ മുതൽക്കൂട്ടാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട.